ഇന്ന് നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ താഴെ കൊടുക്കുന്ന ഈ ക്യാൻ ലൈസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഈ ക്യാൻ നമുക്ക് ഈ ബട്ടൺ ഹൗസ് എന്നൊക്കെ വാങ്ങാൻ വേണ്ടി നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല ഹെവി ആയിട്ടും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഇടുന്ന പ്ലീറ്റിനനുസരിച്ചിട്ടിരിക്കും. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു രീതിയിൽ വരുന്ന ക്യാനാണ്. ഇത് നമുക്ക് 1 ഇഞ്ച് 2 ഇഞ്ച് അങ്ങനെയൊക്കെ പല സൈസിലും കിട്ടും. നമുക്ക് അവർ കട്ട് ചെയ്തിട്ട് തരുന്നതായിരിക്കും, നല്ല നീളത്തിലായിരിക്കും, നമുക്ക് വേണ്ട മീറ്ററിനനുസരിച്ച് കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 ഇഞ്ച് വരുന്ന ക്യാനാണ്. ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് വരുന്നത് ഓർഗൻസയാണ്. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ആ പിങ്ക് ഫ്രോക്കിന്റെ ബാലൻസ് വന്ന ക്ലോത്ത് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ എടുക്കുന്നതേ ഉള്ളൂ, ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. നമുക്ക് അതിനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഫസ്റ്റ് സ്കേർട്ടിന്റെ പോർഷൻ കട്ട് ചെയ്ത് വെക്കുക. അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്കേർട്ടിന്റെ ലെങ്ത്തിലേക്ക് നിങ്ങൾ ക്യാൻ എത്രയാണോ വീതി വരുന്നത് അതിന്റെ ഡബിളും കൂടെ എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിൽ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് താഴെയാണല്ലോ ഇത് വരുന്നത്, അപ്പോൾ അതിന്റെ താഴെ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒരു വട്ടം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ കാണിക്കുന്ന ഈ ഭാഗത്ത് കൂടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. മുകളിലല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്, താഴെ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതെനിക്ക് ഓർഗൻസ ക്ലോത്ത് ആയതുകൊണ്ടാണ് കുറച്ച് പണി ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഈ വൈറ്റ് ക്യാൻ നിഴലടിച്ച് കാണൂലേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് ഇനി ഒരു ഫോൾഡും കൂടെ വരുമ്പോൾ ഒക്കെ സെയിം കളർ ആവും കേട്ടോ. നമുക്ക് ഇതേപോലെ മടക്കിയിട്ട് ഞാൻ പറഞ്ഞ ഈ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് അതിൻ്റെ രണ്ടും ഒപ്പം പിടിച്ചിട്ട് ഇങ്ങനെ ബോൾ പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളാവും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഫ്ലെയറിൽ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രോക്കിൽ സ്കേർട്ട് പോർഷൻ്റെ അവിടെയൊക്കെ അറ്റാച്ച് ചെയ്തതിൻ്റെ ശേഷം ഈ ക്യാൻ സ്റ്റിച്ച് ചെയ്യുന്നതാവും നല്ലത്. അധികം ഫ്ലെയർ ഒന്നുമില്ല, സിമ്പിളായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം അറ്റാച്ച് ചെയ്താലും മതി. ഇപ്പം നമ്മൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഒരു ഭാഗമുണ്ട്, ഇത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ മുകളിലാണ് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത്, താഴെയല്ല. ഇനി മുകളിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ മുകളിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിലും ഉള്ളിലും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഒരേപോലെ തന്നെ ആയിരിക്കും, ക്യാൻ ഒന്നും പുറത്തോട്ട് കാണൂല. ഇത് തന്നെ പല രീതിയിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാറ്. ഇതാണ് എനിക്ക് കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചതാണ്. ഓർഡേഴ്സൊക്കെ ഒരുപാട് പെൻഡിങ് ഉണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പനി ആയതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പനിയായാൽ എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം, പക്ഷേ ബാക്ക് പെയിൻ ആയതുകൊണ്ടാണ് തീരെ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.